അരിയാഹാരവും ഗോതമ്പാഹാരവും കഴിക്കുമ്പോഴാണ് കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറും ഒക്കെ കൂടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ പകുതി ചോറും പകുതി ഭാഗം കറികളുമായി കഴിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് കാൽഭാഗം ചോറേ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കൂടെ റോ വെജിറ്റബിൾസ്, അതായത് പച്ചയായിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ കൂടുതൽ ചേർത്ത് കഴിക്കും. ഇത് കഴിക്കുമ്പോൾ ചിലർക്ക് വയറ് പ്രശ്നങ്ങൾ ഉണ്ടാകും. പച്ചക്ക് കഴിക്കുമ്പോൾ ഗ്യാസ്, പിന്നെ അതുപോലെ വയറുവേദനയൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാനായിട്ട് ഒരു ടെക്നിക്കാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കുഴിയുള്ള ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ബട്ടറോ ഗീയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്തൊന്ന് സോട്ട് ചെയ്യുക. വയറ്റിലുണ്ടാകുന്ന ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ വെളുത്തുള്ളി നല്ലതാണ്. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുക. കൂടുതൽ എരിവ് വേണ്ടാത്തവരാണെങ്കിൽ പച്ചമുളകിൻ്റെ ഉള്ളിലെ അരി ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. പച്ചമുളകിൽ ധാരാളം വിറ്റമിൻ എ ഉണ്ട്, അതുകൊണ്ട് വളരെ നല്ലതാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിലേക്ക് നമ്മൾക്ക് വെജിറ്റബിൾ മിക്സറിൽ ആവശ്യമുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് വാട്ടുക. ഒന്ന് ചൂടായാൽ മാത്രം മതി. കുറച്ച് കറിവേപ്പില ചേർക്കുക. അത് ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചവച്ച് കഴിക്കാൻ വേണം. ഒരു ആൻറ്റിബയോട്ടിക് ഔഷധ ഗുണമുള്ളതാണ് ഈ വേപ്പില. ഇനി ഇതിലേക്ക് ക്യാബേജും ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ചിക്കി വാട്ടിയെടുക്കണം. ഒത്തിരി വേണ്ട, 1 മിനിറ്റ് ഒന്ന് ചിക്കി എടുത്താൽ മതി. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ടാകുകയും ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്കിത് കഴിക്കാനും പറ്റും. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. മൂടിയൊന്നും വെച്ച് വേവിക്കരുത്, തുറന്ന് വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക. ഇറ്റാലിയൻസൊക്കെ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റും ബീൻസൊക്കെ നല്ല നീളത്തിൽ കട്ടിയായിട്ട് അരിഞ്ഞിട്ട് അവർ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് വയറിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. വയറുവേദനയോ ഗ്യാസ് പ്രോബ്ലമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വെജിറ്റബിൾ നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ കുക്ക് ചെയ്ത പാനിൽ നിന്ന് ഉടനെ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ പാനിൻ്റെ ചൂടുകൊണ്ട് വെജിറ്റബിൾ കൂടുതൽ വേവുകയും അതിലെ വിറ്റമിൻസും മിനറൽസൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്